ജീവിച്ചിരിക്കുമ്പോ ചെയ്താ ചെയ്തു, ചത്ത് കഴിഞ്ഞ് പ്രതിമ ഉണ്ടാക്കിയ ചേട്ടനെ ഒന്ന് കാണാൻ പറ്റുമോ? ചേട്ടാ ചേട്ടാ പ്രതിമയായി പോയോ? ചേട്ടാ 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 മണ്ടൂർ ചേച്ചി, പാണ്ഡ്യാലി കുഞ്ഞേ, ചേട്ടൻ ചേട്ടാ. ഒന്നുമില്ല വണ്ണു, ഇത്തിരി വെള്ളം കൊണ്ടുവാ, ബാക്കി ഒഴിക്കതാ. ആ ശിഖണ്ഡിപ്പിള്ള എന്തിയെ? ഞാൻ ചാകാൻ പോവാന്ന് വിചാരിച്ചാൽ ഓടിക്കാണും. നല്ല പുള്ളിയാ. ഇവിടെ ഒരു തലകറക്കം വന്നപ്പോ പിള്ളച്ചേട്ടനെന്താ ഓടിക്കളഞ്ഞേ? ചേട്ടന്റെ ജീവൻ പോകുന്നത് കാണാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ട് ഓടിയതാ. മരണം മുന്നിൽ വന്ന് നിന്ന് വട്ടം കറങ്ങുമ്പോ അത് കാണാനുള്ള ശക്തി എനിക്കില്ല. പണ്ട് എന്റെ വല്യമ്മാവ് വായു വലിച്ചു കിടക്കുമ്പോ നാട് വിട്ട് ഓടിയവനാ ഞാൻ. പിന്നെ തിരിച്ചു വരുന്ന ദിവസം 16 കഴിഞ്ഞിട്ടാ. 16 അടിയന്തരം ഉണ്ണാനായിരിക്കും. ഇങ്ങ എന്നാട്ടെ, അത് വെള്ളവാ. എന്നാ അങ്ങോട്ട് കൊടുത്താട്ടെ. ആഹാ, പിള്ളാച്ചനോ? ദേ നമ്മുടെ ശനി പിള്ളാച്ചനാ. കൊറേ നാളായല്ലോ പിള്ളാച്ച ഇങ്ങോട്ട്. തന്നെ ദൂരേന്ന് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ആളെ പിടിയിട്ടില്ല. കടക്കാരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാ ഞാൻ അകത്തോട്ട് വലിഞ്ഞതേ. ഓ, അതിപ്പോ പഴയ ഒരു 4 രൂപ 60 പൈസ താൻ എനിക്കും തരാറുണ്ട്. പണ്ട് തലസ്ഥാനത്തേക്ക് കാൽനട ജാഥ പോയപ്പോ ബസ് കൂലി കൊടുത്തത്. അത് കാലഹരണപ്പെട്ടു പോയ കേസല്ലേ, വന്ന കാലം നിൽക്കാതെ ഇരിക്കും പിള്ളാച്ച. ഞാനിപ്പോ വരുന്നത് നമ്മുടെ പ്രസിഡന്റ് ദുശാസനക്കുറുപ്പ് ചേട്ടന്റെ വീട്ടിൽ നിന്ന്. ചേട്ടൻ പ്രസിഡന്റ് ആയിട്ട് ഇപ്പൊ 12 വർഷം കഴിഞ്ഞു. ഒരു ദശവത്സര പൂർത്തി ആഘോഷം സംഘടിപ്പിച്ച് അദ്ദേഹത്തെ ഒന്ന് അനുമോദിച്ചാലുണ്ടാ? വേണ്ടവാ. റാഹലം എന്ത് പറയുന്നു? പഞ്ചായത്ത് മെമ്പർമാരായ പിള്ളാച്ചനും എനിക്കും അഭിമാനത്തിന് വക നൽകുന്ന ഒരു കാര്യം കൂടിയാണത്. ചേട്ടൻ കണക്കൂട്ടിയോ? മൊത്തം എന്തോ കിട്ടും? ഓ, ഒരു അനുമോദന യോഗം സംഘടിപ്പിച്ചാൽ അതിൽ നിന്ന് കണ്ണുവെട്ടിച്ചുണ്ടാക്കാവുന്ന എത്രയാണെന്ന് റാഹലമ്മയ്ക്ക് അറിഞ്ഞൂടെ? പക്ഷെ ഇത് ഒരു അനുമോദന യോഗം മാത്രം കൊണ്ട് നിൽക്കുന്നില്ല. നമ്മുടെ ദുശാസനക്കുറുപ്പ് ചേട്ടന്റെ സ്മാരകമായി പഞ്ചവടിപ്പാലം പൊളിച്ചു പണിഞ്ഞ് പാലത്തിന്റെ രണ്ടറ്റത്തും കുറുപ്പിയേട്ടന്റെ പ്രതിമയെ സ്ഥാപിക്കാൻ പോവാ. അതെങ്ങനെയാ പിള്ളേ? അത് നല്ല 1-ാം തരം പാലമല്ലേ? അല്ല ഹാബേലേ, പാലം അപകടത്തിലാ. പാലം അപകടത്തിലാണെന്ന് തന്നോട് ആര് പറഞ്ഞു? മരം കൊണ്ടാണല്ലോ പാലം അപകടത്തിലാണ്. റാഹേലമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. അപകടത്തിലല്ലെങ്കിൽ അപകടത്തിലാക്കും. ആഹാ, നീ ഇതുവരെ റേഷൻ കടയിൽ പോയില്ലേ? ഒരു 2 കിലോ പഞ്ചസാര ഇവിടെ തരാൻ വേണ്ടി ആ റേഷൻ കടക്കാരൻ പ്രകലാദം എടുത്തു വെച്ചിരിക്കുകയാണ്. ഒന്ന് പോയി വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞപ്പോ അവന്. എന്താ ശലോമോനെ അമ്മ പറഞ്ഞ അനുസരിക്കാത്തത്? അമ്മയ്ക്ക് വീട്ടുകാർ നോക്കിയിരുന്നാ മതിയോ? പഞ്ചായത്ത് മെമ്പറായ റാഹേലമ്മയ്ക്ക് നാട്ടുകാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് 2 രൂപ ഞാൻ പോയിച്ചു വരാം. എന്താ കൈക്കൂലി 2 രൂപ. മോൻ ചെല്ല്. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞേ പ്രഹ്ലാദനോട് 2 രൂപ മേടിച്ചു. ചെല്ല്. യോഗത്തിന്റെയും പാലത്തിന്റെയും കാര്യം ശലോമോൻ വിശദമായി അറിയണ്ടെന്ന് കരുതിയ അവന് പുറത്തേക്ക് അയച്ചത്. അറിഞ്ഞാലേ അവൻ ഉടനെ പിരിവ് തുടങ്ങും. അത് പിന്നെ ഇവിടുത്തെ പാരമ്പര്യം. അല്ല പിള്ളേ, സർക്കാരല്ലയോ പാലം പണിയുന്നത്? അപ്പൊ നമുക്ക് എന്താ കിട്ടാനാ? എന്നാ കിട്ടാനാ? ഇതോ ആദ്യം പാലം അപകട കമ്മിറ്റി, പിന്നെ പാലം പൊളിക്കൽ കമ്മിറ്റി, അത് കഴിഞ്ഞ് പാലം പണിക്കമ്മിറ്റി, സ്മാരക കമ്മിറ്റി, പ്രതിമ കമ്മിറ്റി. പ്രതിമ നമുക്ക് മദ്രാസിൽ ഉണ്ടാക്കണം. അതെ, എല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന കമ്മിറ്റി. ഈ എല്ലാ കമ്മിറ്റിയിലും കൂടെ നമ്മൾ തന്നെയല്ലേ അംഗങ്ങള്? പിന്നെന്താ? എന്റെ കർത്താവ്, ഇക്കണ്ട കമ്മിറ്റിക്ക് എല്ലാം കൂടി പ്രസിഡന്റുമാരെ നമ്മൾ എവിടെ പോയി തപ്പാനാ? അതിനല്ലേ ദുശാസനക്കുറിപ്പുള്ളത്. പിന്നെ വൈകുന്നേരം നമ്മുടെ കാർക്കോടക മുതലാളിയുടെ വീട്ടില് ഒരു ആലോചന യോഗം വെച്ചിട്ടുണ്ട്. നേരത്തേക്ക് വരണം. ദാഹത്തിന് കുടിക്കാൻ വല്ലതും കാണുമായിരിക്കും. അതിനല്ലേ അച്ചായ ഷാപ്പ് കോൺട്രാക്ടറുടെ വീട്ടിൽ തന്നെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, തന്റെ സ്വഭാവം ശരിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാ. അനുമോദന യോഗത്തിന്റെ കാര്യം തമ്മനെ പരസ്യമായി. പക്ഷേ പാലത്തിന്റെ കാര്യം, പാലം അപകടത്തിലായതിനു ശേഷമേ 4 പേരറിയാവൂ. പറഞ്ഞു മനസ്സിലായോ? പിള്ളാച്ച ഒന്നും വിഷമിക്കണ്ട, ധൈര്യമായിട്ട് പൊയ്ക്കോ. ഇത് അപ്പൊ നേരത്തേക്ക് വരണം. പാലം
പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകൂ എന്ന് നമ്മൾ വായി തലയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. വായിലെ വെള്ളം വറ്റുന്നതല്ലാതെ ഇതേവരെ ദുശാസനക്കുറിപ്പിന് അശേഷം കുലുക്കമില്ല. യൂദാസൂചനോട് ഞാൻ യോജിക്കുന്നു. കുറിപ്പിന് നാണമില്ലെങ്കിലും രാജിവെക്കണമെന്ന് പറയുന്ന നമുക്കെങ്കിലും നാണം വേണ്ടേ? ഒന്നിക്കൂടെ അല്ലെങ്കിൽ പിന്നിക്കൂടെങ്കിലും വരുത്താൻ നോക്കണം. രണ്ടുപേരുടെ ഭൂരിപക്ഷത്തിലാ കസേരയെ കുറിപ്പിരിക്കുന്നത്. ആരെയെങ്കിലും രണ്ടുപേരെ നമ്മൾ ചാക്കിലാക്കുകയോ ചാക്കോട് കൂടി കാറിലാക്കുകയോ ചെയ്താൽ ഭരണത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലിരിക്കും. അതൊക്കെ വലിയ ചെലവുള്ള കാര്യമല്ലേ ഭീമൻപിള്ളേ? രണ്ടുപേരെ ചാക്കിട്ട് കാറെ കൊണ്ടു നടക്കാനും കണ്ട പെട്രോൾ പമ്പിന്റെയും ചാരാ ഷാപ്പിന്റെ ഒക്കെ മുമ്പിൽ കൊണ്ട് നിർത്താനും കണക്ക് പറഞ്ഞ് ഇറക്കിവിടാനൊക്കെ നല്ലൊരു തുക കയ്യിലില്ല പറ്റുമോ? അതുകൊണ്ട് കുറെ കൂടെ ബുദ്ധിപൂർവമായ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. പഴയ തന്ത്രം തന്നെ ആയാലോ? കാത്തിരിപ്പ്. നമുക്കൊരു പുതിയ തന്ത്രം പ്രയോഗിച്ചു കളയാം. കുറിപ്പ് ഇവിടെ പ്രസിഡന്റ് ആയതിനു ശേഷം സ്ഥാപിച്ചിട്ടുള്ള ഇംഗ്ലീഷിലുള്ള എല്ലാ ബോർഡുകളും ടാറടിച്ചു കളയാം. അടവാവല്ലേ? വഞ്ചനയാണ് ഞാൻ കാണിക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും ഈ നാടിനോടും നാട്ടുകാരോടുമുള്ള സ്നേഹം കൊണ്ട് എനിക്കിതിവിടെ വന്ന് പുറത്ത് പറയാതിരിക്കാനും കഴിയുന്നില്ല. താൻ കാര്യം പറയൂ. ദുശാസനക്കുറിപ്പിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനസ്വാധീനം വർദ്ധിപ്പിക്കാനായി ഒരു വലിയ അനുമോദന യോഗം കൂടാൻ പോകുന്നു. നമ്മുടെ ജോലി വർദ്ധിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന യോഗം എന്ത് വില കൊടുത്തും നമുക്ക് കലക്കണം, കലക്കിയിരിക്കും. നാളെ ഇത് ഒഴിവാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? യോഗം നടക്കുന്ന മൈതാനം മുഴുവൻ നമുക്ക് ടാറ് പൂശിക്കളയാം. ആ കാര്യം എനിക്ക് വിട്ടതാ. ഞാൻ കൂലിപ്പടയായിട്ട് ഇറങ്ങിക്കോളാം. ഇപ്പൊ എങ്ങനെ അവരുടെ റേറ്റ് കൂടിയിട്ടുണ്ടോ? 10 രൂപ, കല്ലേറിന് 15, സോഡാ കുപ്പി ഏറിന് 20.